എവിടെ പോകുന്നു രാവിലെ? രാവിലെ വൈഫിനെ ഇവിടെ കൊണ്ടാക്കാൻ വന്നത്. വീട്ടിൽ വീട്ടിലോട്ട് പോവാ. എവിടെ? വീട്ടിലോട്ട് പോവാ. വീട് എവിടെയാ? വീട് വട്ടിയൂർക്കാവ്. വീട് വട്ടിയൂർക്കാവ്. വൈഫിന്റെ വീട് ഇവിടെയാണോ? അല്ല, ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. ചേട്ടൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു? അല്ല. ഇല്ല. നേരത്തെ എന്തെങ്കിലും? അല്ല, ഞാൻ ഇപ്പം വേറൊരു കമ്പനിയിലാണ്. ഇവിടെ തന്നെയാണോ? കേരളത്തിൽ? തിരുവനന്തപുരത്ത് തന്നെയാണ്. നല്ല ചൂടുണ്ട് അല്ലേ? മൊത്തത്തിൽ മഴ ആശ്വാസം കിട്ടി. 2-3 ദിവസം മഴ പെയ്തു. ഈ മഴ പെയ്ത അത്ര ആശ്വാസമില്ല. നല്ലൊരു മഴ പെയ്താലേ ഇവിടെ നമുക്ക്. തെരഞ്ഞെടുപ്പ് ചൂട് അങ്ങനെ ഉണ്ട്? തെരഞ്ഞെടുപ്പ് നല്ല കൊഴുത്തോണ്ടിരിക്കുന്നു. 3 പേരും ഒന്നുപോലെ സ്ട്രോങ് ആയി തവണ. 3 വലിയ സ്ട്രോങ് ആണ്. നമുക്ക് ഈ ഘട്ടത്തിൽ ഒരു ട്രെൻഡ് പറയാൻ പറ്റുമോ? നമുക്ക് ഒരു സൂചന എന്താണ് നമുക്ക് ലഭിക്കുന്നത്? ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് പലരും പല രീതിയിലാണ്. പലരും ഇപ്പം ഞങ്ങൾ കൊണ്ട് വന്നപ്പോൾ 3 പ്രതികരണങ്ങളും കേട്ടു. അപ്പോൾ 3 പേരും 3 രീതിയിലാണ് പറയുന്നത്. ഇപ്പം വികസനത്തെ കുറിച്ച് പറയുമ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ പേര് പറയുന്നു. ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ പന്നിന്റെ പേര് പറയുന്നു. എല്ലാവരും പറയും, പക്ഷെ ആരും ഇതൊന്നും നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള സത്യം. ആര് വന്നാലും വലിയ വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ചേട്ടൻ കരുതുന്നുണ്ടോ? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടെന്ന് നമുക്ക് നാട്ടിനും മറ്റുള്ളവർക്കും സാധാരണക്കാരനും ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആര് മണ്ഡലത്തിൽ നിന്ന് പോയാലാണ് രക്ഷ എന്നാണ് കരുതുന്നത്? ഒരു രക്ഷയില്ല. ആര് പോയാലും പോയിട്ടും കാര്യമില്ല. ഒരു കാര്യവുമില്ല. ചേട്ടൻ അതിനകത്തൊരു പ്രതിഷേധമുണ്ട് അല്ലേ? ഉണ്ട്. വാഗ്ദാനങ്ങൾ മാത്രമായി തീരുന്നു. നമ്മളൊക്കെ രാവിലെ കിടന്ന് കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്കൊരു പെൻഷനില്ലേ? പെൻഷൻ ആവാറായി. നമ്മൾ എഴുതി കൊടുത്തിട്ടില്ല. എഴുതി കൊടുക്കും. കാര്യം നമുക്കൊരു കൗൺസിലർ ഉള്ളെന്നുള്ള തെരഞ്ഞെടുപ്പിന് വന്നിട്ടുണ്ട്. പിന്നെ അവരെ നമ്മളിത് കാണിട്ടില്ല. അപ്പോൾ നമ്മൾ അധികാരം പ്രയോഗിക്കും. എന്തായാലും വോട്ട് ചെയ്യാൻ പോകുമല്ലോ. വോട്ട് എവിടെയുള്ള പോളിംഗ് ബൂത്ത് എവിടെയാണ്? എനിക്ക് വട്ടിയൂർക്കാവിലാണ്. ഓക്കെ. അപ്പോൾ വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം ഇതൊക്കെയാണ് BJP പ്രധാനമായിട്ട് ലക്ഷ്യമിടുന്ന 3 പ്രധാനപ്പെട്ട മണ്ഡലം. മത്സരം ഏതായാലും കടുക്കും. എന്തായിരുന്നാലും കടുക്കും അല്ലേ? ഓക്കെ. താങ്ക് യു വീടാ. ആരെയും മനസ്സുകൊണ്ട് നമുക്ക് അളക്കാൻ പറ്റില്ല. മനസ്സുകൊണ്ട് അളക്കാൻ പറ്റുന്നില്ല. പ്രവചനം അസാധ്യമാണ് ഇപ്പോൾ. പുറമേ പറയും, പക്ഷെ പ്രവൃത്തി വേറെ ആയിരിക്കും. അപ്പോൾ 4ാം ഊഴമാണ് ശശി തരൂരിന് കിട്ടിയാൽ തന്നെയാണ്. അപ്പൊ പറയാൻ വഴിയില്ല. നമുക്കൊരു ട്രെൻഡ് ഇപ്പൊ പറയാൻ പറ്റില്ല. നല്ല മത്സരം ഇപ്പം തോന്നുന്നത് ശശി തരൂരാവാം, അയക്കാം എന്നുള്ളൊരു. താങ്ക് യു സർ. താങ്ക് യു. ചേട്ടന്റെ അഭിപ്രായത്തിലും ഈ പറഞ്ഞതുപോലെ എല്ലാവരും വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുന്നു. നമ്മളെ പറ്റിക്കുന്ന മനുഷ്യരാണ് എന്നുള്ളതാണ് പൊതുവെ അഭിപ്രായം. നമസ്കാരം ചേട്ടാ. രാവിലെ ഓട്ടോത്തിൽ ഇറങ്ങിയതാണോ? എത്ര മണിക്കാണ് ഇറങ്ങുക? രാവിലെ 7 മണിക്ക് ഇറങ്ങുക. എത്ര മണി വരെ ഓടും? 9 മണി. നല്ല വെയിലല്ലേ? ചൂടായിട്ടാണ് ചൂടായതുകൊണ്ട് ഇവിടെ വന്ന് കിടക്കുന്നു. ഇനിയിപ്പം അങ്ങോട്ട് അവിടെ പോയാലേ ആളെ കിട്ടും. ഇവിടെ ആകുമ്പോൾ കുറച്ച് നേരം കാറ്റ് കിട്ടും. റെസ്റ്റ് എടുത്തിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ ഭക്ഷണമൊക്കെ ഇവിടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമോ? അതോ ഇവിടെ വീട് എവിടെയാ? എൻ്റെ വീട് പേയാട്. ഓട്ടോയിലൊക്കെ കയറുന്ന ആൾക്കാരൊക്കെ രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ എന്താണ് അവർ പറയുക? പൊതുവേ ഒരു മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചിത്രം എന്തെന്നാണ് പറയുന്നത്? നല്ല മനസ്സിലാണെന്ന് കേട്ടു അല്ലേ? 3 പേരും സ്ട്രോങ്ങാ. ശശി തരൂര്, രാജീവ് ചന്ദ്രശേഖർ, പന്ന്യൻ. ഒരു സാധ്യത ഉണ്ട്. ഒരു ജനകീയത ഉള്ളത് കൊണ്ടാണോ അങ്ങനെ പറയുന്നത്? ഒരു സിംപ്ലിസിറ്റി അത് വോട്ടായിട്ട് മാറും ആണ്. പിന്നെ മാത്രമല്ല ആക്സസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് എപ്പോഴും ആൾക്കാർക്ക് ഇടയിൽ ലഭ്യമായിരിക്കും. നല്ല രീതി പെരുമാറ്റമുണ്ട്. അപ്പൊ ശശി തരൂരിന്റെ ഒരു പന്ന്യന്റെ വീടിന്റെ ഒരു സാധ്യത ഉണ്ടെന്നാണ്. അപ്പൊ 2ാം സ്ഥാനത്തായിരിക്കും അങ്ങനെ വന്നാൽ? പന്ന്യനാണോ? മത്സരം ആരൊക്കെ തമ്മിലാണ് ശരിക്കും? തരൂരും പന്ന്യനും തമ്മിലാണോ? അതോ രാജീവ് ചന്ദ്രശേഖർ? ഇല്ലില്ല. 3ാം സ്ഥാനത്ത് പോകും അങ്ങനെ BJP. താങ്ക് യു ഏട്ടാ. താങ്ക്സ് എ ലോട്ട്. അപ്പോൾ വിവിധ പ്രതികരണങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ആ പ്രതികരണങ്ങൾക്കെല്ലാം ഒരു രാഷ്ട്രീയ സ്വഭാവമുണ്ട് എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കുന്നുണ്ടല്ലോ.